ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. ആധാർ കാർഡിന് അഥവാ നിങ്ങൾക്ക് എൻറോൾമെന്റ് ചെയ്യണം. പുതിയ ആധാർ കാർഡിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനിലൂടെ നമുക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പോർട്ടലിന്റെ അകത്ത് ഗവൺമെന്റ് വന്നിട്ട് ഒരു പുതിയ ഓപ്ഷൻ ആഡ് ചെയ്തിരിക്കുകയാണ്. അതിലൂടെ ആർക്കെങ്കിലും പുതിയ ആധാർ കാർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അതോ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആധാർ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അതോ അഡൽട്ട് പേഴ്സണിന് വേണ്ടിയിട്ട് ആധാർ കാർഡ് ക്രിയേറ്റ് ചെയ്യാനാണോ, അതിപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ പോയിട്ട് ലൈനിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല. സോ ഒരു പുതിയ ആധാർ കാർഡിന് വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്കൊന്ന് കാണാം. ഒരു വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യാം മൈ ആധാർ. സെർച്ച് ചെയ്യുമ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. സോ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ബുക്ക് ആൻ അപ്പോയിന്റ്മെന്റ്. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് രീതിയിലൂടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ടാകും. ഒരു ഓപ്ഷൻ വന്നിട്ട് മൊബൈൽ OTP, രണ്ടാമത്തെ വന്നിട്ട് ഇമെയിൽ OTP. നമ്മളിവിടെ മൊബൈൽ OTP സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഫസ്റ്റ് നിങ്ങളെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിൽ ഏത് മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ നോക്കുന്ന അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സൈഡിൽ കാണുന്ന ക്യാപ്ചർ സെയിം ടു സെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ചർ ടൈപ്പ് ചെയ്തതിനു ശേഷം സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഇപ്പം കൊടുത്ത ഫോൺ നമ്പറിൽ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OTP വന്നിട്ടുണ്ടാകും. SMS-ലൂടെ ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഓതന്റിക്കേറ്റ് വിത്ത് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇതേപോലെ നമ്മൾ ഓതന്റിക്കേഷൻ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, സെൻഡർ അപ്പോയിന്റ്മെന്റ്. ഈ ഒരു ഓപ്ഷന് നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ടൈപ്സിൽ കാറ്റഗറിയിൽ ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഏജ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ അഥവാ ഏതെങ്കിലും കുഞ്ഞിന്റെ എൻറോൾമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 0 to 5 yearsന്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അഥവാ 5 to 18 വയസ്സിന്റെ ഇടയിലുള്ള പിള്ളേരാണെങ്കിൽ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓപ്ഷൻ. അഥവാ ഏതെങ്കിലും അഡൽട്ട് നോക്കുകയാണെങ്കിൽ അതോ 18 വയസ്സിന്റെ മുകളിലുള്ള പിള്ളേരാണെങ്കിൽ അവർക്ക് വന്നിട്ട് ഇവിടെ 18 above എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങളെ കേസിൽ ഏതാണ് ഏജ് കാറ്റഗറി അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ ഏത് ഏജ് കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന അതിന്റെ അക്കോർഡിംഗ് ഇവിടെ താഴോട്ട് ഓപ്ഷനുകൾ കാണിക്കും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ് സർവീസ് ടൈപ്പ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 3 ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് എൻറോൾമെന്റിന്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്ന് വന്നിട്ട് ഡോക്യുമെന്റ് ബേസ്. അഥവാ നിങ്ങൾ എൻറോൾമെന്റ് വന്നിട്ട് ഡോക്യുമെന്റിലൂടെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ന്യൂ എൻറോൾമെന്റ് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം അഥവാ നിങ്ങൾ ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെ എൻറോൾമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവരെ വയസ്സ് വന്നിട്ട് 18 വയസ്സിന്റെ താഴെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ചില ഡോക്യുമെന്റുകൾ കൊടുക്കേണ്ടി വരും. അതേപോലെ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ ആരെങ്കിലും അഡൽട്ട് ആണെങ്കിൽ ഇവിടെ നമുക്ക് 2 ഡോക്യുമെന്റുകൾ കൊടുക്കേണ്ടി വരും. സോ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഏത് ഡോക്യുമെന്റ് നമ്മളതിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ഫാമിലിയുടെ നമ്മൾ ചെയ്യാണ്. ഇവിടെ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഹെഡ് ഓഫ് ഫാമിലിയുടെ എൻറോൾമെന്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ അച്ഛന്റെ പേരോ അത് ഹസ്ബൻഡിന്റെ പേരോ വന്നിട്ട് നിങ്ങളെ ആധാർ കാർഡിലൂടെ ആഡ് ആയി വരും. ഇതും വളരെ നല്ല കാര്യമാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ അച്ഛന്റെ പേര് ഹസ്ബൻഡിന്റെ പേര് വന്നിട്ട് മാനുവലി നിങ്ങൾക്ക് നേരത്തെ ഫിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ആ ഓപ്ഷൻ വന്നിട്ട് ഗവൺമെന്റ് മാറ്റിയിരിക്കുകയാണ്. സോ നമ്മളിവിടെ പ്രൊസീഡ് ഫോർ സെൻഡർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് 2 ടൈപ്പിൽ ഓപ്ഷൻ കാണാൻ പറ്റും. ഫസ്റ്റ് വന്നിട്ട് നിങ്ങളെ ഏരിയയിലെ പോസ്റ്റ് ഓഫീസിന്റെ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ നെക്സ്റ്റ് നിങ്ങൾക്ക് ലൊക്കേഷൻ വൈസ് സെർച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ 10 കിലോമീറ്റർ അതോ 20 കിലോമീറ്റർ അതോ 40 കിലോമീറ്ററിന്റെ അകത്ത് ഏതൊക്കെ എൻറോൾമെന്റ് ഓഫീസ് ഉണ്ട് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാൻ പറ്റും. എല്ലാത്തിനേക്കാളും ഈസിയുള്ള ഓപ്ഷൻ ആണ് പിൻകോഡ് ടൈപ്പ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഏരിയ പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതേപോലെ ആരെങ്കിലും പിൻകോഡ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ചിലവരെ കേസിൽ അവരെ നിയറസ്റ്റിൽ ഒരു സെന്ററുകൾ കാണൂല. അപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സിറ്റിയോ ടൗണോ അതിന്റെ ഏതെങ്കിലും ലൊക്കേഷന്റെ ഏരിയ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ കേന്ദ്ര ഓഫീസിന്റെ ലിസ്റ്റുകൾ കാണിക്കും. ഇതേപോലെ ഒരു ചിലവരെ കേസിൽ ഡൗട്ടുകൾ കാണും. എങ്ങനെ വെച്ചാൽ നമ്മൾ ആധാർ കാർഡിൽ കൊടുക്കാൻ പോകുന്ന അഡ്രസ്സിന്റെ പിൻകോഡ് ഇല്ലാതെ നമുക്ക് വേറെ പിൻകോഡ് ഇവിടെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കൊടുത്ത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് പാസ്പോർട്ട് ഓഫീസ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കണം. സോ എന്റെ കേസിൽ 2 സെന്ററിൽ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് വന്നിട്ട് UIDAന്റെ സ്വന്തം ആധാർ സേവാ കേന്ദ്ര ഓഫീസ് ഉണ്ടാകും. അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഇത് വന്നിട്ട് പോസ്റ്റ് ഓഫീസിലൂടെ ആധാർ സേവാ കേന്ദ്ര ഓഫീസ് ഓടുന്നുണ്ടാകും. ഇതേപോലെ ഒരു ചില സ്ഥലങ്ങളിൽ CSCയിലൂടെയും ഓടുന്നുണ്ടാകും. അതിന്റെ ഇൻഫർമേഷൻ ഇവിടെ കാണിക്കും. ഇവിടെ നമുക്ക് അപ്പോയിന്റ്മെന്റ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ബുക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഒരു കാലണ്ടർ ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ ഏത് ഡേറ്റിൽ എൻറോൾമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സോ നമ്മളിവിടെ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഡേറ്റിൽ ഏത് സമയത്തിൽ നമുക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം ടൈമിംഗ്. ഏത് ടൈമിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കും നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴെ ഡേറ്റും ടൈമും കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം കൺഫേം ആൻഡ് പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളെ ഫ്രണ്ടിൽ
ഫുൾ ഫോം ഇവിടെ വന്നിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ നമ്മളെ ആധാർ കാർഡിൽ എന്തൊക്കെ ഇൻഫർമേഷൻ കാണുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫുള്ളായിട്ട് ഇൻഫർമേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് നമ്മളെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മളെ പുതിയ ആധാർ കാർഡിൽ ഏത് ടൈപ്പിൽ നമ്മളെ നെയിം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇവിടെ ഏത് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണോ ആ ഡോക്യുമെന്റിൽ ഏതാണ് പേരുള്ളത് അത് സെയിം ടു സെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൽ എന്താണ് പേരുള്ളത് അതാണ് ഇവിടെ കൊടുക്കണം. അല്ലെങ്കിൽ അതിന്റെ പകരം വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് പ്രൂഫ് കൊടുക്കുകയാണെങ്കിൽ അതിൽ എന്താണ് പേരുള്ളത് അതാണ് ഇവിടെ സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും സെയിം ആയിരിക്കണം. അതേപോലെ ഇവിടെ അഡ്രസ് കൊടുക്കുമ്പോൾ നമുക്ക് അഡ്രസ് ഇവിടെ ഏതാണ് കൊടുക്കുന്നത് അതിന്റെ രീതിയിലുള്ള ഡോക്യുമെന്റ് നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കുന്ന അഡ്രസ്സിന്റെ സെയിം ടു സെയിം ആ ഡോക്യുമെന്റിൽ നമ്മൾ സെയിം ടു സെയിം ഉണ്ടാകണം. സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെയിമിന്റെ രീതിയിലുള്ള ഏതൊക്കെ ഡോക്യുമെന്റ് ഇവിടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അഥവാ നിങ്ങളതിൽ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് പ്രൂഫുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. വോട്ടർ ഐ ഡി കാർഡ്, റേഷൻ കാർഡ്, SC ST OBC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലോ, ഇന്ത്യൻ പാസ്പോർട്ട് ആയാലും, ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും, നിങ്ങളെ ഏതെങ്കിലും പെൻഷൻ സർട്ടിഫിക്കറ്റ് ആയാലും ഇവിടെ കൊടുക്കാൻ പറ്റും. അഥവാ നിങ്ങളെ കേസിൽ 18 വയസ്സിന്റെ താഴെയാണ്, മൈനർ ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും വെച്ച് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾ ഹെഡ് ഓഫ് ഫാമിലിയിലൂടെ ചെയ്യുകയാണെങ്കിൽ അവിടെ തന്നെ സൊല്യൂഷൻ കിട്ടും, നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിലൂടെയും ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഡോക്യുമെന്റ് പ്രൂഫ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഡോക്യുമെന്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം കറക്റ്റ് ആയിട്ട്. ഇവിടെ അഥവാ നിങ്ങളതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അഥവാ ചിലവരിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അവരെ ഹൈസ്കൂൾ മാർക്ക് ഷീറ്റോ അത് ഇവിടെ കൊടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ ഇപ്പം ഗവൺമെന്റ് വന്നിട്ട് നേരത്തെ കാലം കുറെ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ്. നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ വന്നിട്ട് കുറെ ഫ്രോഡായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇവിടെ ഒരു ചില ഓപ്ഷൻസ് ആഡ് ചെയ്തിരിക്കുകയാണ്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പുതിയ ആധാർ കാർഡ് ഉണ്ടാക്കിയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റോ അതോ മാർക്ക് ഷീറ്റോ എല്ലാം വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതോ ആരെങ്കിലും സീനിയർ സിറ്റിസൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവരെ പെൻഷൻ ID ഇവിടെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ വേറെ ലിമിറ്റഡ് ഓപ്ഷനുകൾ കാണാൻ പറ്റും. നമുക്കിവിടെ ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം, മെയിൽ ആണോ ഫീമെയിൽ ആണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡിൽ ഏത് ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുന്ന ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന്റെ കൂടെ നിങ്ങൾ ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് അഡ്രസ് ഓപ്ഷൻ. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ആധാർ കാർഡിൽ ഏത് അഡ്രസ് കൊടുക്കാൻ നോക്കുന്ന അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പക്ഷെങ്കിൽ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന അഡ്രസ് തന്നെ നിങ്ങളുടെ ഡോക്യുമെന്റിലും ഉണ്ടാകണം. ആ ഡോക്യുമെന്റിൽ എന്താണ് അഡ്രസ് ഉള്ളത് ഇവിടെ സെയിം ടു സെയിം മാച്ച് ആവണം. ഫസ്റ്റ് നിങ്ങളെ വീട്ടിന്റെ ഹൗസ് നമ്പർ കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഏരിയ ലൈൻ നെയിം എന്താണ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ വീട്ടിന്റെ സൈഡിൽ എന്താണ് ലാൻഡ് മാർക്ക് ഇവിടെ കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ ഏരിയ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ ഏരിയ പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ സബ് ഡിസ്ട്രിക്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്ന് വെച്ചാൽ താലൂക്ക്. ഇതേപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാ അഡ്രസ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, പ്രൂഫ് ഓഫ് അഡ്രസ്. ഈ അഡ്രസ്സിലൂടെ ഏതാണ് ഡോക്യുമെന്റ് പ്രൂഫ് കൊടുക്കുന്നു അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ പറ്റും, ഏതൊക്കെ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. ഇലക്ട്രിസിറ്റി ബിൽ, ടെലിഫോൺ ബിൽ, വാട്ടർ ബിൽ, ഇതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ SC ST OBC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങളെ കേസിൽ ഏതാണ് ഡോക്യുമെന്റ് ഉള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ നേരത്തെ ഹെഡ് ഓഫ് ഫാമിലിനെ സെലക്ഷൻ ചെയ്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഥവാ നിങ്ങൾ ഹെഡ് ഓഫ് ഫാമിലിയുടെ എൻറോൾമെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അപ്പോൾ ഈ സെക്ഷൻ നിങ്ങളെ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ ഫാമിലി മെമ്പറിന്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അവരെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ HOF എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫാമിലി മെമ്പർ ആണ്. നിങ്ങളെ അച്ഛന്റെ പേരായാലും അതോ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ വൈഫിന്റെ ഹസ്ബൻഡ് ആയാലും ആരെ ആധാർ നമ്പറും പേര് ഇവിടെ കൊടുക്കുന്നു അവരെ പേര് നിങ്ങളെ ആധാർ കാർഡിൽ പിച്ചായി കാണിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് റിലേഷൻഷിപ്പ് സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ നിങ്ങൾ ആരെയാണോ ആധാർ നമ്പറും പേര് കൊടുത്തിരിക്കുന്നത് അവർ നിങ്ങളെ റിലേഷനിൽ എന്താണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ കൊടുക്കണം വാലിഡ് പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ്. ഇവിടെ നമുക്കൊരു ഡോക്യുമെന്റ് കൊടുക്കണം. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രൂഫ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. ഈ റിലേഷൻ റിലേറ്റഡ് ആയിട്ട് ഏതാണ് ഡോക്യുമെന്റ് നിങ്ങളിൽ ഉള്ളത് അത് ഇവിടെ കൊടുക്കാൻ പറ്റും. ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും മാർക്ക് ഷീറ്റ് ആയാലും നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഏതാണ് ഡോക്യുമെന്റ് നിങ്ങളിൽ ഉള്ളത് ഇവിടെ കറക്റ്റ് ആയിട്ട് സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. ഏതാണെന്ന് വെച്ചാൽ ഇവിടെ HOF കൊടുക്കാൻ പോകുന്ന ആളുടെ പേര് ഇവിടെ ഡോക്യുമെന്റിൽ നമുക്ക് ഉണ്ടാകണം. സോ നമ്മളിവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ നിങ്ങൾ ഇവിടെ കുഞ്ഞുങ്ങളുടെ എൻറോൾമെന്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ഒരു എൻറോൾമെന്റ് കഴിയുന്നതാണ്. അതേപോലെ സിംഗിൾ ഡോക്യുമെന്റ് വെച്ച് നമുക്ക് എൻറോൾമെന്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മളെ ഫ്രണ്ടിൽ വരുന്ന പേജ് ആണ്. ഫുൾ ഇൻഫർമേഷൻ സമ്മറി പേജ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെയായിട്ട് ഫിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാ ഡോക്യുമെന്റുകളും ഇവിടെ കാണിക്കുന്നുണ്ടാകും ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെന്ന് ഇവിടെ വൺസ് ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഇവിടെ മിസ് ആയിട്ടുണ്ടോ അത് മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബാക്ക് പോയിട്ട് നമുക്ക്
വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കേസിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്. സോ നമുക്ക് പുതിയ എൻറോൾമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൺഫേം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. വീണ്ടും ഇവിടെ കൺഫേം എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എൻറോൾമെന്റ് എല്ലാം ബുക്ക് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ അപ്പോയിന്റ്മെന്റ് വന്നിട്ട് ബുക്കായി കഴിഞ്ഞു. ഇപ്പൊ നമ്മളെ ഫ്രണ്ടിൽ ഒരു സ്ലിപ്പ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ആ സ്ലിപ്പിനെ നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഓപ്പൺ ആകും. ഇവിടെ നമുക്കൊരു QR കോഡ് കാണാൻ പറ്റും. അതിന്റെ കൂടെ നമുക്ക് ആധാർ സേവാ കേന്ദ്ര ഓഫീസിന്റെ സെന്റർ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ പുതിയ എൻറോൾമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻ കാണിക്കുന്നു ഇവിടെ എല്ലാ ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ടാകും. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആധാർ കാർഡിന്റെ എൻറോൾമെന്റ് എപ്പോഴാണ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ബയോമെട്രിക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബയോമെട്രിക്കിൽ എന്താ ഉണ്ടാകുന്ന വെച്ചാൽ നിങ്ങളെ ഫേസ് സ്കാൻ ചെയ്യും, നിങ്ങളെ ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്യും. അതേപോലെ നിങ്ങളെ ഫോട്ടോ വന്നിട്ട് അവിടെ ക്യാമറയിലൂടെ ലൈവായിട്ട് ക്ലിക്ക് ചെയ്യും. അതേപോലെ നിങ്ങളെ കണ്ണും അവിടെ സ്കാൻ ചെയ്യും. അതിന്റെ കൂടെ നിങ്ങളെ ഫിംഗർ പ്രിന്റും അവിടെ സ്കാൻ ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആധാർ സെന്റർ ഓഫീസിന്റെ അഡ്രസ് ഇവിടെ കാണുന്നുണ്ടായി. ഈ ഓഫീസിൽ നമുക്ക് പോകണം. നമ്മൾ നേരത്തെ ഏതാണ് അപ്പോയിന്റ്മെന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അഡ്രസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ നമ്മൾ ഏതാണ് ടൈം സെലക്ട് ചെയ്തോ ആ സമയത്തിൽ നമുക്ക് വിസിറ്റ് ചെയ്യണം അവിടെ ആധാർ സെന്റർ ഓഫീസിൽ. ഇവിടെ നിങ്ങൾക്ക് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആധാർ സേവാ കേന്ദ്ര ഓഫീസിൽ ലൈനിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല. അവിടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് 20 to 25 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിയുന്നതാണ്. ഒരു ചില ടൈം കുറച്ചും കൂടെ ടൈം ആകാൻ സാധ്യത ഉണ്ടാകും. എന്താ വെച്ചാൽ ഒരു ചിലവർ നേരത്തെ തന്നെ ഇതേപോലെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഒരു ചിലവർ ഇതിലും വെയിറ്റിംഗിലായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഈ സ്ലിപ്പിനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കണം. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് പുതിയ എൻറോൾമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈസയും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അതേപോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അഥവാ മൈനറിന്റെ കേസിൽ നിങ്ങൾ അവരെ പേരൻസിന്റെ കൂടെ പോകണം. എന്ന് വെച്ചാൽ അവരെ വയസ്സ് കൊണ്ട് 5 വയസ്സിന്റെ താഴെയാണെങ്കിൽ ആ കേസിൽ എന്താവുന്ന വെച്ചാൽ അവരെ ഹെഡ് ഓഫ് ഫാമിലിയുടെയാണ് അവരെ എൻറോൾമെന്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ അത് ഹെഡ് ഓഫ് ഫാമിലി സെലക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി തന്നെ ആകണം പേരൻസ് വന്നിട്ട്. ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്. ഇതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ ടൈമും സേവ് ആകും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ.